അപ്പോൾ നമുക്ക് നമ്മുടെ പൈത്തൺ എനിവെയർ യൂസ് ചെയ്തുകൊണ്ട് ഒരു വെബ്സൈറ്റിന് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ പോസ്റ്റിങ്ങിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എനിക്കിവിടെ തന്നെ കുറച്ച് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് വെബ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. then അതിനകത്ത് എന്ത് ചെയ്യുന്നു, ആഡ് എ ന്യൂ വെബ് ആപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, സ്റ്റെപ്സ് എന്ത് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡൊമൈൻ്റെ കേസോ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല, ഡൊമൈൻ ഒന്നും ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഡൊമൈനും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഡൊമൈൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാവുന്നിടത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡൊമൈൻ ഒന്നുമില്ലാതെ നമുക്കിതെങ്ങനെ ഹോസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതാ, നമ്മുടെ പൈത്തൺ ഫ്രെയിംവർക്ക് ആയിട്ടുള്ള ജാങ്കോ യൂസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, അതിൽ 3.10 വരെയാണ് ഇവിടെ വെർഷൻസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത്. 3.10 ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്തു, പ്രൊജക്റ്റ് ഹബ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കാം. സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുത്ത് അവിടെ നിന്ന് നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യുന്നു, സെക്ഷനിലേക്ക് കിടക്കുന്നു. ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായിട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്നതിൽ നിന്ന് കോൺഫിഗറേഷൻ ഫോർ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ യൂസർ നെയിം അതേപോലെ തന്നെ പൈത്തൺ എനിവെയർ.com എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനിലാണ് ഇത് എന്തായിട്ടുള്ള പോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഒരു ജാങ്കോ പ്രൊജക്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്തിരിക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിന് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇവിടേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു കൺസോളും കൂടെ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാബിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറ്റി ഇടുന്നുണ്ട്. then എന്ത് ചെയ്യുന്നു, ഒരു കൺസോൾ എടുത്തിട്ടുണ്ട്. ഈ കൺസോളിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു കൺസോൾ ഓപ്പൺ ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തന്നെ നമുക്ക് ഫയൽസിൽ നിന്ന് കൺസോളിലേക്ക് ഡയറക്റ്റ്ലി ആക്സസ് ഉണ്ട്. നമുക്ക് ഫയൽസിൽ നിന്ന് എന്ത് ചെയ്യാം, കൺസോളിലേക്ക് പോകാം. അപ്പോൾ ഓപ്പൺ ബാഷ് കൺസോൾ then എന്ത് ചെയ്യുന്നു, ഒരു കൺസോൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ കൺസോളിനകത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ജാങ്കോ പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാങ്കോ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് വേണം. ഇപ്പോൾ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എന്താ, പൈത്തൺ -m venv. അപ്പോൾ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യാൻ പറയുന്നു, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അതിൻ്റെ പേരായിട്ട് എന്തോ കൊടുത്തിരിക്കുന്നത്, ഞാൻ env എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൈത്തൺ -m venv. അപ്പോൾ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്തോളും, ക്രിയേറ്റ് ആയിക്കോളും. വെർച്വൽ എൻവയോൺമെൻറ്റ് എന്തായാലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗിറ്റബിൽ നിന്ന് ആ ഒരു റെപ്പോസിറ്ററിനെ നമുക്കിവിടെ എന്ത് ചെയ്യണം, ക്ലോൺ ചെയ്യണം. അപ്പോൾ പ്രൊജക്റ്റ് ഹബ് എന്ന് പറയുന്ന ഒരു റെപ്പോസിറ്ററിക്കകത്താണ് ഞാൻ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ റെപ്പോസിറ്ററിനെ അങ്ങ് ക്ലോൺ ചെയ്യുന്നു. അപ്പോൾ ഗിറ്റ് ക്ലോൺ നമ്മുടെ ലിങ്ക് വെച്ചിട്ട് എന്ത് ചെയ്തു, അതിനങ്ങ് ക്ലോൺ ചെയ്തു. ക്ലോൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, വെർച്വൽ എൻവയോൺമെൻറ്റിനെ ആക്ടിവേഷൻ ചെയ്യണം. സോഴ്സ് env/bin/activate. വെർച്വൽ എൻവയോൺമെൻറ്റ് എന്തായി, ആക്ടിവേഷൻ ആയി. ഇനി നമുക്ക് വേണ്ട പാക്കേജസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജാങ്കോ എന്ന് പറയുന്ന പാക്കേജ് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ജാങ്കോനെ എന്ത് ചെയ്യാൻ പോകുന്നു, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി pip install ജാങ്കോയുടെ ഡീറ്റെയിൽസ് മൊത്തം എന്ത് ചെയ്തോളും, കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തോളും, നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റാളേഷൻ നമ്മുടെ നെറ്റ്വർക്കിനെ അനുസരിച്ച് എന്ത് ചെയ്യും, സ്പീഡ് കുറഞ്ഞും കയറിയൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ യാത്ര ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജാങ്കോ പാക്കേജ് എന്തായിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഇവിടെ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഡയറക്റ്റ്ലി ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ ഫയൽസിനകത്തേക്ക് തന്നെ തിരിച്ചു വരാം.
അപ്പോൾ നമ്മുടെ ഫയൽസിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ഹബ് എന്ന് പറയുന്ന ആ ഒരു റെപ്പോസിറ്ററിയും നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, ഫയൽസിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബിനകത്ത് ഓൾറെഡി കണക്ഷൻ എടുക്കുന്നത് ഇതിനു വേണ്ടിയാണുള്ളത്. നോക്കി, സാമ്പിൾ പ്രൊജക്റ്റിന് വേണ്ടിയുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഫോൾഡറാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു ഫോൾഡറാണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ പ്രൊജക്റ്റിനെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫയൽസിനകത്ത് നിന്ന് പ്രൊജക്റ്റ് ഹബ്ബ് തന്നെ ഇതിനകത്ത് പ്രൊജക്റ്റാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പാത്തിന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മളവിടെ കണ്ടിട്ടുള്ള ആ ഒരു പാത്തിലേക്ക് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് കൊണ്ടുവന്ന ആ പാത്തിന് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ്, വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആയിരിക്കും. ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തന്നെ WSGI കോൺഫിഗറേഷൻ ഇരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ചേഞ്ചസ് വരുത്താനായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നമ്മുടെ പാത്ത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് കൊടുത്തു, നമ്മുടെ പ്രൊജക്റ്റ് വരെയുള്ള പാത്ത് കൊടുത്തു. ദെൻ ഇവിടെ സാമ്പിൾ പ്രൊജക്റ്റ് ഡോട്ട് സെറ്റിങ്സിന് മാറ്റിയിട്ട് എന്ത് ചെയ്തു, പ്രൊജക്റ്റ് ഡോട്ട് സെറ്റിങ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു, വെബിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റിന് കൂടി എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വെർച്വൽ എൻവയോൺമെൻറ്റിന് കണക്ട് ചെയ്യണമെങ്കിൽ വെർച്വൽ എൻവയോൺമെൻറ്റ് എടുക്കുന്ന പാത്ത് ഇതുപോലെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ENV സെലക്ട് ചെയ്യുന്നു. ENV സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്തും കൂടെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ദെൻ അതും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ വെബിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഇൻവേലിക്കുള്ള പാത്തും കൂടെ കൊടുത്തു. ദെൻ സ്റ്റാറ്റിക്കും അതേപോലെ തന്നെ മീഡിയയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മീഡിയനൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാറ്റിക് ഉണ്ട്, പക്ഷേ മീഡിയ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിക്കിനും കൂടെ ഇതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക്കിന് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വന്നു. ദെൻ ഇവിടെ നിന്ന് പ്രൊജക്റ്റിനകത്താണ് എന്ത് എടുക്കുന്നത്, സ്റ്റാറ്റിക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്ത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, കൊടുക്കാനായിട്ട് പോകും. അതോടെ ആഡ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, HTTPS ഉണ്ട്, അതേപോലെ തന്നെ HTTP ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, HTTPSനെ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, നമുക്കിതിനൊന്ന് റീലോഡ് അയക്കാം. റീലോഡ് ആയിട്ടുണ്ട്. നമുക്കിതോടെ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എറർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹോസ്റ്റ് അലോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫയൽസിലേക്ക് എന്ത് ചെയ്യാവുന്നുള്ളൂ വരാം. ഫയൽസിൽ നമ്മുടെ settings.py ഉണ്ടല്ലോ, നമ്മുടെ പ്രൊജക്റ്റിനകത്ത് എന്തുണ്ട്, settings.py ഉണ്ടല്ലോ. ഈ settings.pyക്കകത്ത് നമ്മുടെ അലൗഡ് ഹോസ്റ്റസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർ ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്റ്റിനും എന്ത് ചെയ്യാൻ പറയുന്നു, അലോ ചെയ്യാനായിട്ട് പറയുന്നു. ഒരു സ്റ്റാറും കൂടെ ആഡ് ചെയ്തു. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മുടെ വെബിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്ത് ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഒന്നുകൂടെ റീലോഡ് ചെയ്യുന്നു. അപ്പോൾ റീലോഡ് ചെയ്തതിന് ശേഷം റീലോഡ് കംപ്ലീറ്റ് ആവുന്നവരെ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം റീലോഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രൗസർ ഒന്ന് എടുത്തിട്ട് വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റീഫ്രഷ് ചെയ്തു, പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു URL വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊജക്റ്റിനെ ആക്സസ് ചെയ്യാനായിട്ട്